ഇവിടുത്തെ 50,000 കൊല്ലമാണ് മഹ്ശറിൽ ഒരു ദിവസം. ഇവിടുത്തെ 50,000 കൊല്ലമാണ് മഹ്ശറിൽ ഒരു ദിവസം. ആദം നബി അലൈഹിസ്സലാം വന്നിട്ട് ഞാൻ ഈ പ്രസംഗിക്കുന്ന സമയത്തേക്ക് നിങ്ങളൊന്ന് കൗണ്ട് ചെയ്ത് നോക്കിയാൽ 10,000 കൊല്ലം തന്നെ തികയൂല. ആദം നബി വന്നിട്ട് 10,000 കൊല്ലം ആയിട്ടില്ല എന്നാണ് പറയുന്നത്. 50,000 കൊല്ലമാണ് മഹ്ശറിൽ ഒരു ദിവസം. ചെമ്പ് ചൂടാക്കിയ ഭൂമിയിൽ സൂര്യന്റെ ചൂടിൽ എങ്ങനെയാ നമ്മൾ നിൽക്കുക? ആ നൃത്തത്തിൽ നിന്ന് രക്ഷപ്പെടാനല്ലേ ഒരു അനൗൺസ്മെന്റ് വരിക? അയിനല്ലദീന തത്തജാഫ ജുനൂബുഹും അനിൽ മളാജിഅ. പാതിരാത്രി ഭാര്യയെ വിരിപ്പിനൊക്കെ തട്ടി മാറ്റിയിട്ട് തഹജ്ജുദ് നിസ്കരിച്ചവരെവിടെയെന്നൊരു ചോദ്യം ഉണ്ടാവും. ആ ചോദ്യത്തിന് മുന്നിൽ അനൗൺസ്മെന്റ്. സാഹിത്യോത്സവ കാലത്തൊക്കെ കണ്ടിട്ടില്ലേ? ളുഹർ നിസ്കാരം കഴിഞ്ഞ ഉടനെ സീൻ റൂമിൽ നിന്ന് വിളിച്ചു പറയില്ലേ, സബ് ജൂനിയർ വിദ്യാർത്ഥികൾ ഭക്ഷണശാലയിലേക്ക് നീങ്ങേണ്ടതാണ് അല്ലെ? അതുപോലെ തഹജ്ജുദ് നിസ്കരിക്കുന്നവർ വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് പോവാൻ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, പോകാവുന്നതാണ്. ഇത് പറഞ്ഞ ഉടനെ മുത്തുനബി തങ്ങൾ ഒരു വാക്ക് പറയുന്നുണ്ട്. അത് വല്ലാത്തൊരു വാക്കാണ്. ആ വാക്ക് ഇങ്ങനെയാണ്, വഹും ഖലീലൂൻ. വളരെ കുറഞ്ഞ ആൾക്കാരെ സബ് ജൂനിയറിൽ ഉണ്ടാവുള്ളൂ. വളരെ കുറഞ്ഞ ആൾക്കാരെ ഉണ്ടാവും തഹജ്ജുദ് നിസ്കരിക്കുന്നത്. ആ കുറഞ്ഞയിൽ നമ്മൾ പെടുന്നത്. എന്താണ് ഈ കൂടുതൽ ഉറങ്ങിയിട്ട് നമുക്ക് കിട്ടുന്നത്? എന്താ നമുക്ക് കിട്ടിയത്? എന്താ നമുക്ക് കിട്ടേണ്ടത്? കുറച്ച് ഉറങ്ങിയിട്ട് അരമണിക്കൂർ 15 മിനിറ്റ് അധികം ഉറങ്ങിയിട്ട് എക്സ്ട്രാ ഉറങ്ങിയിട്ട് എന്ത് ആരോഗ്യമാണ് നമ്മൾ മെച്ചപ്പെടുത്തിയത്? നമുക്ക് യാത്ര പോകണ്ടേ? നമ്മുടെ ഖബറിൽ ഇങ്ങനെ ഒരു വെളിച്ചമുള്ള ഒരാൾ വേണ്ടേ? ഇരുട്ടുള്ള ഖബറിൽ, പാമ്പുകൾ നിറഞ്ഞ ഖബറിൽ, അനബൈത്തുദ്ദൂദ്, പുഴുക്കളുടെ വീടെന്ന് എപ്പോഴും രാവിലെയും വൈകുന്നേരവും ഭൂമി വിളിച്ചു പറയുന്നത് നമ്മൾ കേൾക്കാത്തത് കൊണ്ടല്ലേ? ആ ഖബറിലെ തിളക്കമാർന്നത് തഹജ്ജുദല്ലേ? നമുക്ക് രക്ഷപ്പെടണം. യാത്ര നീണ്ടതാണെന്ന ബോധം വേണം.